ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും വെക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് പുസ്തകം മാറിയതാണ്. അപ്പോൾ എൻ്റെ മക്കളുടെ മുന്നിൽ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ മക്കൾക്കറിയാം. മക്കളെ, ഇതാണ് നിങ്ങളുടെ ആ പുതിയ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ ലഭിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വരുന്നത്. ഇതിൽ എൻ്റെ മക്കൾ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും 5 യൂണിറ്റുകളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ? 5 യൂണിറ്റും വളരെ മനോഹരമാണ്, വളരെ രസകരമായിട്ട് നമുക്ക് ഏറെ ചിന്തകൾ നൽകുന്ന പാഠഭാഗങ്ങളും ഈ യൂണിറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് വരുന്നത് പ്യാർ എന്നുള്ള ഒരു യൂണിറ്റാണ്. അതിൽ 2 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഖുദ് സേ പ്യാർ അല്ലെ, സെൽഫ് ലവ്, അതേപോലെ സാഫ് സഫായി മേ അവൽ ഗാവ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ടുള്ള മേഘാലയയിലെ ഗ്രാമത്തെക്കുറിച്ചൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഇത്തരത്തിൽ 2 ചാപ്റ്റേഴ്സ് അടങ്ങിയ മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ഒന്നാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഗാന്ധിജിക്ക് നമുക്കഥ, ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാകും. നല്ല മനോഹരമായിട്ടുള്ള കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറയുന്ന ഒരു കവിത അല്ലേ? കർഷകൻ വെയിലത്തും അതേപോലെ മഴയത്തും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആ ഒരു കർഷകനെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയും കൂടി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് മുസ്കാൻ, പുഞ്ചിരി എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിൽ ബാരിഷ് കെ ബാദ്, മഴയ്ക്ക് ശേഷം, ഗുഡ്ഡു ഓർ ഗുഡ്ഡലി എന്ന് പറയുന്ന മനോഹരമായിട്ട് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ മനോഹരമായിട്ടുള്ള കഥ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ബയ ഹമാരി ചിടിയാ റാണി അല്ലേ? ചിടിയാ റാണി, ചിടിയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം പക്ഷിയാണ് അല്ലേ? ആ പക്ഷിയുടെ മനോഹരമായിട്ടുള്ള ഒരു കവിതയും കൂടി മൂന്നാമത്തെ യൂണിറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മേൽ ജോൾ എന്ന് പറയുന്ന 4ാമത്തെ യൂണിറ്റാണ്. ആ യൂണിറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000 അല്ലേ? വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഹെഡിങ് തന്നെയാണത് അല്ലേ? നമ്മുടെ കഥാപാത്രത്തിന് അവരുടെ അമ്മാവൻ കൊടുത്ത ഒരു ബർത്ത്ഡേ കാർഡിൽ എഴുതിയിട്ടുള്ള സന്ദേശമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അതൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, വളരെ രസകരമാണ്. അതോടൊപ്പം ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഫിൽമി ലേഖാണ്. നിങ്ങളൊക്കെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ്. ആ സിനിമയുടെ മനോഹരമായിട്ടുള്ള ലേഖനം അല്ലേ, അത് നമ്മുടെ വിവേക് മെഹ്ത്ത എഴുതിയ ഒരു ഫിൽമി ലേഖാണ് ജന്നത്ത് കെ ബച്ചെ എന്നുള്ളത്. വളരെ മനോഹരമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇക്കായി 5ാമത്തെയും അവസാനത്തെയും യൂണിറ്റ് ആയിട്ടുള്ള നസാരെ എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡയറിയാണ്. ജസിന്ത കെർഗേട്ടെ എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു ഡയറി തന്നെയാണത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഏറെ ഉപകാരപ്രദമാണ് ഈ ചാപ്റ്റേഴ്സ് എന്നുള്ളതാണ്. അതേപോലെ ഹാത്തിയോം കി രഹ്ഗുസർ എന്ന് പറയുന്ന ആനകളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാകും 7ാം ക്ലാസ്സിലെ ഈ അവസാനത്തെ ചാപ്റ്റർ എന്നുള്ളതാണ്. ഇതൊരു ഘടനാ വർണ്ണനാണ്. അതേപോലെ നമ്മുടെ യാദവേന്ദ്ര എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത്തരത്തിൽ 10 ചാപ്റ്റേഴ്സാണ് 5 യൂണിറ്റുകളായിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോൾ വളരെ രസകരമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രയാസങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതേപോലെ ആനുവൽ എക്സാം, ഈ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട്. എന്നിരുന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തുടക്കം മുതലേ പോകേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ മുന്നിൽ ഒരു ബാച്ച് കൊണ്ടുവരുന്നുണ്ട്. അവഞ്ചേഴ്സ് ബാച്ചാണ്. ഈ അവഞ്ചേഴ്സ് ബാച്ചിൽ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ അധ്യയന വർഷം മുതൽ ഈ ടെക്സ്റ്റ് ബുക്ക് വളരെ ലളിതമായിട്ട് സെറ്റായിട്ട് ആദ്യം മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതോടൊപ്പം റെക്കോർഡഡ് ആയിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾക്ക് ലൈവായിട്ട് നടന്ന എല്ലാ ക്ലാസ്സുകളുടെയും സ്ലൈഡ് സ്ഥാൻ നോട്ട്സ് ആ ലൈവിൻ്റെ അവസാനം തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം എല്ലാ യൂണിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം തന്നെ അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമ്മുടെ ഈ അവഞ്ചേഴ്സ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം വജ്ര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത മക്കൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ആദ്യം മുതൽ നമ്മൾ നല്ല സെറ്റായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ
മക്കളും ഈ വെക്കേഷനൊക്കെ എന്ത് ചെയ്തോ അടിപൊളിയാക്കിക്കോ. അതോടൊപ്പം നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ഇങ്ങ് കയറിപ്പോര്. വെറും 2749 രൂപയാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ വിലയായിട്ട് വരുന്നത്. എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ഒരു വർഷത്തേക്കുള്ള എമൗണ്ടാണ്. ഇതിലൂടെ നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും അതോടൊപ്പം നമുക്ക് വരുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഇങ്ങ് കയറിപ്പോരെ. ഞാൻ അവിടെ ഉണ്ടാകും, അതേപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. ബൈ.